സംസ്ഥാനത്ത് സർവ്വസാധനങ്ങൾക്കും വില ഉയർന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് പ്രധാന കാരണം. കാലാവസ്ഥാ വ്യതിയാനവും മറ്റൊരു കാരണമായി മാറുന്നുണ്ട്. തക്കാളിയുടെ വില 100 കടന്നു. സർക്കാരും ഹോർട്ടികോർപ്പും വിപണിയിൽ ഇടപെടുന്നില്ലെന്നും ആരോപണമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, വളരെയധികം ആശങ്കയിലാണ് ഇത്തരത്തിൽ ഓരോ സാധനങ്ങൾ വാങ്ങാനായി ഇറങ്ങുന്ന വീട്ടുകാരൊക്കെ തന്നെയും. പ്രത്യേകിച്ചും പച്ചക്കറികളുടെ വില ഉയരുന്നതും മറ്റൊരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ നമുക്കറിയാം, ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഓണം കൂടി വരുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം ആശങ്കയിൽ തന്നെയല്ലേ നിലവിലെ ജനങ്ങൾ? തീർച്ചയായും ആശങ്ക വളരെ കൂടുതലാണ്. സാധനങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ വില കൂടുകയാണ്. ഇത് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് സാധാരണക്കാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വില വർധനവ് തക്കാളിക്കാണ്. തക്കാളി കിലോ 100 രൂപയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. ഇനി ഹോർട്ടികോർപ്പ് ആണ് സാധാരണക്കാർക്ക് സഹായകമായ മറ്റൊരിടം. പക്ഷേ അവിടേക്ക് എത്തുകയാണെങ്കിൽ വില അവിടെയും വളരെ കൂടുതലാണ്. 110 രൂപയാണ് തക്കാളിയുടെ വില. ഇനി വെണ്ടയിലേക്ക് എത്തുകയാണെങ്കിൽ പൊതുവിപണിയിൽ 60 രൂപയാണെങ്കിൽ ഹോർട്ടികോർപ്പിൽ ഇതിന് 46 രൂപയാണ്. സവാളയുടെ വില 46 ആണ് പൊതുവിപണിയിലെങ്കിൽ. ഇവിടെ ചേട്ടാ, ഈ സാധനങ്ങൾക്കൊക്കെ വില കൂടിയിരിക്കുകയല്ലേ? വില കൂടുതലാണ്. എന്താ ഈ ഒരു വില കൂടുന്നതിനൊരു കാരണം? അവിടെ സാധനം ഷോർട്ടായതുകൊണ്ടാണ് വില കൂടുതൽ. ഇപ്പോഴും മഴ പ്രശ്നമാണ്. പിന്നെ ഇവിടെ നല്ല വെറി സമയത്തും സാധനങ്ങൾ വില കൂടുതലാണ്. എന്തിനാ ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്നത്? ഏറ്റവും കൂടിയിരിക്കുന്നത് തക്കാളി 80 ഉണ്ട്, 80-90 ഉണ്ട്. പിന്നെ ബീൻസിനൊക്കെ 140-150 രൂപയൊക്കെ ഉണ്ട് വില കൂടുതൽ. നാരങ്ങ 250 രൂപയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 150 നിൽക്കുന്നുണ്ട്. കാലാവസ്ഥ വലിയൊരു തിരിച്ചടിയാണ്. സാധനം വളരെ കുറവാണെന്നുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്ന് മഴ വളരെ സജീവമായി തുടരുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വളരെ കുറച്ചു മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. അതിൽ ഭൂരിഭാഗവും അവിടെ ലഭ്യത കുറവല്ല, അത് നശിച്ചു പോകുന്നു മഴ കാരണം. അതുകൊണ്ട് തന്നെ വലിയ വിലയ്ക്കാണ് വിപണിയിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തുന്ന സമയത്ത് അത് ഉയർന്ന വിലയ്ക്ക് സാധാരണക്കാർക്ക് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാധനങ്ങളും വാങ്ങിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഈ സാധനങ്ങൾക്കൊക്കെ വലിയ വിലയില്ല, ഭയങ്കര വില. ഒരു കിലോ തക്കാളി 80, എല്ലാത്തിനും വില, എല്ലാ മലക്കറിക്കും വില. മീൻ വാങ്ങിക്കാൻ ചെന്നാൽ മീനും ഭയങ്കര വിലയല്ലേ? അതെ. അപ്പോൾ എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, വില കൂടുകയാണ്. ഇനി പച്ചക്കറി വാങ്ങിക്കാമെന്ന് വെച്ചാൽ പച്ചക്കറിക്ക് വിലയാണ്. പയറുവർഗ്ഗങ്ങളിലേക്ക് പോകാമെന്ന് വെച്ചാൽ പയറുവർഗ്ഗങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. ഇനി മറ്റ് മീൻ വാങ്ങാം എന്ന് പറഞ്ഞാൽ മത്തിക്ക് പോലും കിലോ 300 രൂപയ്ക്ക് അധികമാണ് വില. ഹോർട്ടികോർപ്പ് ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് സഹായകമാകേണ്ട ഇടങ്ങളിൽ ചെന്നാൽ അവിടെ പൊതുവിപണിയേക്കാൾ കൂടുതൽ വിലയാണ് അവിടെയും അനുഭവപ്പെടുന്നത്. ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങാൻ സാധാരണ രാവിലെ ചാല കമ്പോളത്തിലൊക്കെ വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നത് കാണാം. ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരുപാട് ആളുകൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത്ര കണ്ട് ഒരു തിരക്കൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു മഴ ഒരു കാരണമാണ്. മാത്രമല്ല ഈ വിലവർധനമൊക്കെ തന്നെ അതിനൊരു കാരണമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ, ഈ സാധനങ്ങൾക്കൊക്കെ വലിയ വിലയാണോ വിപണിയിൽ? അറിയില്ലല്ലോ. അവർ പറയുന്ന വില കൊടുക്കുന്നു, വാങ്ങുന്നു. അല്ലാതെ നമ്മൾ പറയുന്ന വിലയ്ക്ക് അവർ തരുമോ? അതില്ല. ശരി, അപ്പോൾ ആ രീതിയിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടുകയാണ്. ഹോർട്ടികോർപ്പിലും വില വർദ്ധിക്കുകയാണ്. ആ ഒരു വില വർധനവ് കാരണമാണ് പാളയം മാർക്കറ്റ്, ഈ പാളയം, അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ചാല മാർക്കറ്റിലൊക്കെ ഈ ആളുകളുടെ തിരക്ക് വളരെ കുറവാണ്. നമുക്ക് ചോദിച്ചു നോക്കാം. ഈ സാധനങ്ങൾക്കൊക്കെ വലിയ വിലയല്ലേ? വില കൂടുതലാണ്. ഈ പച്ചക്കറി മീനും ഒക്കെ വാങ്ങിച്ചോ? ഇല്ലല്ലോ, ഞാൻ പച്ചക്കറി വാങ്ങിക്കാനാണോ? മീൻ നമ്മൾ അവിടെ വരും. ഈ പച്ചക്കറിക്ക് എത്ര രൂപയായി? അല്ല, ഇപ്പം 150 രൂപ ഉള്ളൂ. ഈ തക്കാളിയൊക്കെ വലിയ വിലയാണെന്നാണ് പറയുന്നത്. 80 രൂപ വിലയുണ്ട്. മുളകിന് 80 രൂപ. ആ രീതിയിലാണ്. ഞാൻ വെള്ളായണിയിലുള്ളതാണ്. ശരി, അപ്പോൾ ആ രീതിയിലാണൊരു വില വർധനവ്. നമുക്ക് ഈ തക്കാളി തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം. മറ്റ് പച്ചക്കറികൾക്കും വില ഇതേ രീതിയിൽ ഉയർന്നു വരികയാണ്. ഇനിയിപ്പോൾ വരുന്ന ആഴ്ചകളിലൊക്കെ തന്നെ മഴ വളരെ ശക്തമായി തുടരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി വീണ്ടും അത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അടിയന്തരമായിട്ടും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് ഉയരുന്നൊരു ആവശ്യം. വിഷ്ണു. വ്യക്തമാണ്. രശ്മി കാർത്തികയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.